ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടിയ കവിള്, നമുക്ക് മിക്ക ആൾക്കാർക്കും കവിൾ ഒട്ടിയൊരു പ്രശ്നം ഉണ്ടാകാറുണ്ടല്ലേ? എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നത് തന്നെ ഞാൻ കുറച്ച് എക്സസൈസും കുറച്ച് ചില കാര്യങ്ങളിലൂടെയാണ്. നിങ്ങളോട് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ, ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ കവിളുകൾ തുടുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതുപോലെ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പം അടിപൊളി ഒരു കാര്യമാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ഒട്ടിയ കവിളുകൾ നന്നായിട്ട് തുടുത്തു വരാനായിട്ട് എല്ലാവർക്കും ഒരു മിക്കവാറും ഒരു ഏജ് കഴിഞ്ഞവർക്കാണെങ്കിലും ഈ ഒരു ഒട്ടിയ കവിള് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചിലരുടെ പല്ലെടുത്ത് കളഞ്ഞിരിക്കും. ആ അണപ്പല്ലൊക്കെ എടുത്ത് കളഞ്ഞത് മൂലം കവിളുകൾ ഒട്ടിയിരിക്കും. അപ്പോൾ എൻ്റെ അണപ്പല്ലൊക്കെ എടുത്ത് കളഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നത്. പക്ഷേ ഇത് തീർത്തും അണപ്പല്ലൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഈ സൈഡിലൊന്നും പല്ലുകളില്ലാത്ത ആൾക്കാർ റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിതെന്താണ് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടെ കവിളിന് വ്യത്യാസം കണ്ടില്ലെങ്കിൽ എന്നോട് പറയൂ, അപ്പം ഞാനതിൻ്റെ മറുപടി പറയാം. അപ്പോൾ എത്ര ഒട്ടിയ കവിളും നല്ല രീതിയിൽ തുടുത്തു വരാനുള്ള എക്സസൈസാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒട്ടിയ കവിള് തുടുത്തു വരാനുള്ള എക്സസൈസ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫേസിൽ നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എടുക്കുക. കാരണം തീരെ കവിൾ ഒട്ടിയ ആൾക്കാർ, സാധാരണ വലിയ കുഴപ്പമില്ല, ചെറിയ കവിളൊക്കെ ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ എടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ എടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. ഇനിയും നമ്മുടെ കവിള് തുടുക്കാനായിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കവിളിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളിതുപോലെ മോയ്സ്ചറൈസർ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 കവിളിലുമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം, മറക്കല്ലേ. എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്താലും മതി. മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞുള്ള ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടുന്ന് ടൈറ്റ് ആക്കി കൊണ്ടിട്ട് ഇങ്ങനെ നമുക്കൊരു മസാജ് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു മസാജ് ചെയ്യേണ്ട 20 വട്ടമാണ്. അതായത് കവിൾ ഒട്ടിയവർ 20 വട്ടം തന്നെ നമ്മൾ ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഇന്ന് ചെയ്തു പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കിട്ടേണ്ടവരാണ് ഞാൻ ഈ പറയുന്നത്. 20 തവണ തന്നെ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ഒത്തിരി ഡ്രൈ സ്കിന്നുകാർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നല്ലവണ്ണം കവിള് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം കവിള് വീർപ്പിച്ച് പിടിക്കുക. അപ്പോൾ ഇത് എത്രയും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക കേട്ടോ. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ഇത് പലതവണ ഒരു ദിവസം തന്നെ പലതവണ ആവർത്തിക്കണം. വീണ്ടും നമ്മൾ വിടുക, ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നെയും നമ്മൾ ഇനി നമ്മൾ ഇതിങ്ങനെ ശ്വാസം വലിച്ചെടുക്കുക, പുറത്തോട്ട് വിടുക. ഇത് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു
5-8 തവണയെങ്കിലും ആവർത്തിക്കുക. എക്സസൈസൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. കാരണം അതിന് സമയമൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് റിസൾട്ട് കൂടത്തേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് TV കാണുന്നൊക്കെ സമയത്താണ് നമുക്കിതുപോലെ അപ്പോൾ TV കാണുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര ഏജ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 52 വയസ്സായപ്പോൾ അപ്പം ഞാൻ ഈ കവിൾ ഒട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞ ദിവസമെല്ലാം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ചിടം കൊണ്ട് എൻ്റെ കവിളെല്ലാം കുറച്ച് ഒട്ടിയെല്ലാം പോയായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇടയിൽ വന്നുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ നല്ലതായിട്ട് എൻ്റെ കവിൾ ഒട്ടിപ്പോയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ പെട്ടെന്നൊരു സങ്കടം തോന്നിയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇത് മെനക്കെട്ടെന്ന് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങളത് കാര്യമായിട്ട് തന്നെ എടുത്തിട്ട് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ വീണ്ടും ഇതുപോലെ വീണ്ടും കവിള് വെറുതെ ശ്വാസം എടുക്കാതെ വീർപ്പിക്കുക. പിന്നെ വിടുക. അപ്പോൾ ഇതുപോലെ ശ്വാസം എടുക്കാതെ തന്നെ എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ കവിൾ നന്നായിട്ട് വീർപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് വിടുക. പിന്നെ നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേനും കുറച്ച് വായിൽ വെള്ളം ഒഴിച്ച് പിടിച്ചിട്ട് എന്നിട്ട് നമുക്കിതുപോലെ വീർപ്പിച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ കുളിക്കാൻ കയറുന്ന സമയത്ത് കുറച്ച് വായിൽ വെള്ളം ഒഴിക്കുക, വീർപ്പിച്ച് പിടിക്കുക. കുളി കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തുപ്പിക്കളയുക. ഇതും നമ്മൾ ഈ ഒരു ദിവസത്തിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കവിൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം കൊണ്ട് നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ ഭാഗം ഇത്രയും. ഇതും നമ്മൾ 20 വട്ടം തന്നെ ചെയ്യുക കേട്ടോ. 20 വട്ടം തന്നെ ചെയ്യണം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടാനായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശേഷം നമ്മൾ കുറച്ച് എന്തെങ്കിലും ഓയിൽ പിന്നെയും ഡ്രൈ സ്കിന്ന് കാരണം വീണ്ടും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കവിള് മേളിലോട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ മസാജ്, തിരിച്ച് മസാജ് ചെയ്തത്. ഞാൻ എപ്പോഴും മസാജ് ചെയ്യുമ്പം ക്ലോക്ക് വൈസ് ആദ്യം ക്ലോക്ക് വൈസിലൊക്കെ പറയത്തില്ലേ, അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ മാത്രം ചെയ്യുക. ക്ലോക്ക് വൈസ് ഇത് നമ്മളൊരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് വീർപ്പിച്ച് കുടിപ്പിക്കുക. ഇതുപോലെ കവിൾ വീർപ്പിച്ച് പിടിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇതുപോലെ വീർപ്പിച്ച് പിടിക്കുക. അത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ മതി. വീർപ്പിച്ച് പിടിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും വീർപ്പിച്ച് പിടിക്കുക. എത്ര സമയം വീർപ്പിച്ച് പിടിച്ചാലും ഒരു പ്രശ്നമില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ആ ഒരു എത്ര നേരം ഞാൻ അത് ഹോൾഡ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിങ്ങനെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എത്ര നേരം ആ ഒരു കവിൾ വീർപ്പിച്ച് പിടിക്കാം. ചിലർക്ക് പെട്ടെന്ന് വീർപ്പിച്ച് പിടിച്ച് ശ്വാസം മുട്ടുന്നതൊക്കെ തോന്നും, ചിലർ അത് വിടും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുവാണേ.
അപ്പം ഞാനിപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാനിത് ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനത് ടൈം എണ്ണുന്നുണ്ടായിരുന്നു. 3 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, മാക്സിമം ഒരു 3 മിനിറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഈ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ ശ്വാസം വലിച്ച് പിടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെ നമുക്ക് വീർപ്പിച്ചിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ആ സമയത്ത് നമുക്ക് തുപ്പലൊക്കെ ഇറക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് തുപ്പലൊക്കെ ഇറക്കിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വീർപ്പിച്ച് പിടിക്കുകയാണെന്ന് തോർത്തോ. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ വീർപ്പിച്ച് പിടിക്കുക. ഇപ്പം നമ്മൾ ഉള്ളിലിടുമ്പോൾ എന്തെങ്കിലും ഇറക്കുന്ന ബുദ്ധിമുട്ടുള്ളതൊന്നും നമുക്ക് ഇറക്കി അങ്ങ് വിട്ടേക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ സ്ട്രെസ് ചെയ്ത് ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ എന്താണ്, ഡെയിലി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് കവിള് വീർപ്പിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾക്ക് പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞ ഇത്രയും മസാജുകൾ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കവിളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണാതിരിക്കുന്നതിൽ 100% ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തിലൊരു തുടിപ്പ് തോന്നിയിരിക്കും. അപ്പോൾ നമ്മളിത് റൂട്ടീനായിട്ട് ചെയ്യുവാണല്ലോ, നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ സാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുട്ടയുടെ എഗ് വൈറ്റ് അപ്ലൈ ചെയ്യുക. സ്കിന്ന് സാഗിങ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് എന്താണ് ടൈറ്റ് ആക്കാൻ സാധിക്കും സ്കിന്നൊക്കെ. അതൊക്കെ ചെയ്തു പോവുക. ഇത് കവിള് നന്നായിട്ട് ഒട്ടിയ ആൾക്കാർ ഏത് ഏജിലും ഇത് പ്രയോഗിക്കാം. പിന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് യാതൊരു റിസൾട്ടും ഇല്ല. ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേന് അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, ഞങ്ങൾക്കൊരു റിസൾട്ട്, നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ കവിള ഒട്ടിയ ആളായതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കവിള് തുടുക്കുമെന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ എൻ്റെ കവിള ഒട്ടിപ്പോയിരുന്നു. ഞാൻ ഡെയിലി ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ചെയ്യാതിരുന്നെങ്കിൽ പെട്ടെന്ന് എൻ്റെ കവിള ഒട്ടിപ്പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് വെറും കള്ളത്തരമല്ല. നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഒരു ദിവസം നിങ്ങളിതൊന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യൂ. പിറ്റേ ദിവസം നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നോട് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ മെസ്സേജ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നീണ്ട മുഖമാണ്. നീണ്ട മുഖക്കാർക്ക് ഒരുപാട് കവിള് വീർത്തങ്ങ് തുടുക്കത്തില്ല. അത്യാവശ്യം കവിളേ വരത്തുള്ളൂ. പിന്നെ എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് ഇത്രയും കവിള് തന്നെ ധാരാളമാണ്. കാരണം ഒരുപാട് കവിള് എനിക്ക് ഉണ്ടാവത്തില്ല. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഒരുപാട് കവിള് വീർക്കത്തില്ല. പക്ഷേ കവിള് ഒട്ടാതിരിക്കും നമുക്ക് ഇത് ചെയ്തു പോകുകയാണെങ്കിൽ. കാരണം പല്ല് ഇല്ലാത്ത ആൾക്കാരെല്ലാം അണപ്പല്ലൊക്കെ എടുത്ത് കളഞ്ഞ ആൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് കിട്ടിയവരൊക്കെ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ട് ഇത് കാര്യം അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.